വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം. നമ്മളുടെ ചാനൽ ഇന്നലെയോട് കൂടിയിട്ട് 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം എനിക്കിത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, തുടങ്ങുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ കൊണ്ട് നമ്മൾ 1K ആവും. കാരണം PSC ആയിട്ട് നടത്തുന്ന ഒരു ചാനലല്ലേ. അതുപോലെ നമ്മൾ വേറെ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ PSCയുടെ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ കുറച്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ എടുത്തിട്ട് 1 ഇയർ ഐ മീൻ 1K സബ്സ്ക്രൈബേഴ്സ് ആവുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മന്ത്സ് ആയി. പക്ഷേ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വ്യൂസും കാര്യങ്ങളും വരാത്തതുകൊണ്ട് തന്നെ അത് ചെയ്യാനൊരു വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അത് കുറച്ച് നിർത്തി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ പഠിക്കുന്ന ബുക്സ് കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 22 എന്തോ ആയിരുന്നു. ഡിസംബറിലാണ് ചാനൽ തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ 22 എന്തോ ആയിരുന്നു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ബുക്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞതും അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു 1 മന്ത് പോലും ആയിട്ടില്ല കേട്ടോ എടുത്തിട്ട്. അപ്പോൾ അതുവരെ ഓരോ വീഡിയോസിനും 10 വ്യൂസ് 13 വ്യൂസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അപ്പോൾ ഈ വീഡിയോ ഇട്ട സമയത്ത് ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് വ്യൂസ് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നീട് അതിങ്ങനെ കൂടി പിന്നെ അങ്ങനെ 1K ആയി 2K ആയി അങ്ങനെ പോയി അത് കുറച്ച് കഴിഞ്ഞതും 10K വരെ എത്തി. അപ്പോൾ 10K വരെ എൻ്റെ വീഡിയോ എത്തിയതും എനിക്ക് സബ്സ്ക്രൈബേഴ്സും ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് 400-500 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആ വീഡിയോ റീച്ചായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കുന്നതും പറയുന്ന സമയത്ത് ആർക്കൊക്കെ അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അതിലൂടെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് ബുക്സാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ PSCയുടെ കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് പേര് ഇതേക്കുറിച്ച് അറിയാനും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അതിലൂടെ പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് വീണ്ടും 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടു. അപ്പോൾ അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി. അപ്പോൾ അതിന് ശേഷം ഇടുന്ന വീഡിയോസ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നത്, അതുപോലെ നമ്മുടെ പഠനം, നമ്മളുടെ സ്റ്റോറി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് കാണാനും കേൾക്കാനും ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിൽ കൂടെയാണ് ആക്ച്വലി ഈ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കിത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതൊരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് യൂട്യൂബ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ സന്തോഷം. ആ ഒരു ഇതിൽ തുടങ്ങിയതാണ്. പിന്നീട് നല്ല രീതിയിൽ തന്നെ ഇടുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം പോകാൻ തുടങ്ങി. പിന്നീട് ഞാൻ കുറേ പേർക്ക് ടൈം ടേബിൾ, നമ്മുടെ ഓരോ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളുകൾ കൊടുത്തു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് ഇങ്ങനെ ഈ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം കൂടാൻ തുടങ്ങിയത്. പിന്നീട് ഒരുപാട് കമൻറ്റ്സ് വരാൻ തുടങ്ങി. ഒരുപാട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഞാൻ എൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഞാനും PSC നിങ്ങളെപ്പോലെ തന്നെ ഒരു PSC ആസ്പിറൻറ്റും കൂടെയാണ്. അപ്പോൾ ഒരു PSCയുടെ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ പഠനവും രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും താങ്ക്സ്. ഇനിയും മുന്നോട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. ഞാനും എൻ്റെ ഡെയിലി ലൈഫ് റുട്ടീനും അതുപോലെ എൻ്റെ PSC പഠനവും ഞാൻ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാനും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചത് നേടാം. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്.